നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ചെറിയ പേയ്മെൻറ്റിനൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പാണ്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആപ്പ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം ചെറിയ പേയ്മെൻറ്റിന് വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നിലവിൽ ഞാനിത് അക്കൗണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് 338 രൂപ ഞാൻ ഓൾറെഡി ഇതിനകത്തുനിന്ന് ഞാൻ ക്യാഷ് ബാക്കായിട്ട് വിഡ്രോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് ആയിട്ട് റെഡീമബിൾ എന്ന പേരിൽ 10 രൂപ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെ ഓരോ പേയ്മെൻറ്റും ഇപ്പോൾ 1 രൂപ നിങ്ങൾ ഒരു കടയിൽ പോയി സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയോ 2 രൂപയോ ഒക്കെ നിങ്ങൾക്ക് തന്നെ ക്യാഷ് ബാക്ക് കിട്ടും. ചില സമയത്ത് നമ്മൾ 1 രൂപയുടെ സാധനം വാങ്ങി സ്കാൻ ചെയ്താൽ 1.50 പൈസ, അതായത് 1.5 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടാറുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആപ്പിൻ്റെ ഫീച്ചറിൽ നമുക്ക് പരിശോധിക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ മറ്റൊരു ആപ്പ് പരിചയപ്പെടുത്തിയിരുന്നു. ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് വലിയ ക്യാഷ് ബാക്കുകൾ 6 രൂപ 10 രൂപ 15 രൂപ ഒക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന വലിയൊരു ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു. അതിനകത്ത് നമുക്ക് 100 രൂപയോ അതിന് മുകളിലോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ക്യാഷ് കിട്ടുക. 100 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ എന്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാഷ് ബാക്ക്, ആ 10 രൂപയോ 15 രൂപ ഒക്കെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുകയും അത് സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ വലിയ ക്യാഷ് ബാക്ക് കിട്ടുന്ന മികച്ച ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് വെക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും അതിലൂടെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ 100 രൂപയ്ക്ക് മുകളിൽ നമ്മൾ കടകളിൽ പോയി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്പാണെങ്കിൽ, ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് ചെറിയ പണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്പിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 ആപ്പ് നിങ്ങളുടെ ഫോണിനകത്ത് വേണം. അപ്പോൾ എൻ്റെ ഫോണിനകത്ത് 2 ആപ്പ് നിലവിലുണ്ട്. ഞാൻ ഗൂഗിൾ പേ ഉപയോഗിക്കാറില്ല. കാരണം ക്യാഷ് ബാക്ക് 100 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റുകളും, ഇപ്പോൾ കടകളിൽ പോയി സ്കാൻ ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റുകളും ഞാൻ ആ ഒരു നേരത്തെ പരിചയപ്പെടുത്തിയ ആപ്പാണ് ഉപയോഗിക്കാറുള്ളത്. 100 രൂപയ്ക്ക് താഴെ വരുന്ന ഏത് പേയ്മെൻറ്റും ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആപ്പിന് പരിചയപ്പെടുത്തിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ആപ്പ്. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഓർക്കുക, ഈ ഒരു ആപ്പ് സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ ആയിരിക്കണം. ആ മൊബൈൽ നമ്പർ സിം കാർഡ് നിങ്ങളുടെ ഫോണിലുണ്ടായിരിക്കണം. സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിം കാർഡ് നമ്മുടെ ഫോണിനകത്ത് വേണം. അതുപോലെ ഇതും വേണം. ഈ ഒരു മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ മുകളിലായിട്ട് ടാപ്പ് ടു സ്കാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. കടകളിലൊക്കെ പോയി സാധനം വാങ്ങുമ്പോൾ സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ക്യാഷ് ബാക്ക് ഇവിടെ ഞാൻ ഈ ഒരു പേയ്മെൻറ്റ് ഹിസ്റ്ററി ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഓരോ ക്യാഷ് ബാക്ക് കിട്ടിയത്. നമ്മൾ ഓരോ തവണ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ക്യാഷ് ബാക്ക് കിട്ടിയ എത്ര ശതമാനം എത്ര രൂപയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇതുപോലെ ഇവിടെ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. കടകളിലുള്ള സാധനങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ചെക്ക് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുകയും ഇവിടെ ഇടത് ഭാഗത്ത് സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ നമ്മൾ സുഹൃത്തുക്കൾക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ സെൻഡ് മണി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പറോ UPI ID ഒക്കെ അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് പണം അയച്ചു കൊടുക്കാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം റീചാർജ് ബിൽസ് എന്നുള്ള ഓപ്ഷൻ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ക്യാഷ് ബാക്ക് കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുക്കണം. അപ്പം നിലവിൽ ഗൂഗിൾ പേക്കകത്ത് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പണം എക്സ്ട്രാ 1 രൂപയോ 2 രൂപയോ 3 രൂപയൊക്കെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേക്ക് ഫീസ് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. നമ്മൾ ഫീസ് കൊടുക്കേണ്ട, നമുക്ക് ഈ ഒരു ആപ്പ് തന്നെ പണം ഇങ്ങോട്ട് തരും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഫീച്ചർ. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റു ബില്ലുകൾ, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അതുപോലെ തന്നെ മറ്റു ബില്ലുകളൊന്നും ഇതിനകത്ത് ഇപ്പോൾ ആക്റ്റീവായിട്ടില്ല, ഉടൻ തന്നെ വരും. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ ആ ഒരു ആപ്പിനകത്ത് ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ക്യാഷ് ബാക്ക് നല്ല മികച്ച ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓരോരുത്തർക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം UPI, കാർഡ്, FD, റിവാർഡ് ഹിസ്റ്ററി എന്നുള്ള 3
4 ഓപ്ഷൻസുകൾ കാണും. ഇവിടെ ഫസ്റ്റിൽ കാണുന്ന UPയിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ കാർഡ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് നമുക്ക് സൂപ്പർ കാർഡ്, ഇപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ തന്നെ ഒരു ATM കാർഡ് നിങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യമാണ്. നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷനും 3% ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തൊട്ടടുത്ത FD എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മ്യൂച്വൽ ആയിട്ട് നിങ്ങൾക്കൊരു SIP, നിങ്ങൾക്ക് ദിവസം ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് നമുക്ക് നേടാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഇവിടെ താഴെ റിവാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ കിട്ടിയത് ഇപ്പോൾ നിലവിൽ 338 രൂപ ഞാൻ ഇവിടെ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ റിഡീം ചെയ്തിട്ടുള്ള ക്യാഷാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് റിഡീമബിൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ 10 രൂപ കാണാൻ സാധിക്കും. 10.29 പൈസ 10 രൂപ നിലവിൽ എനിക്കിപ്പോൾ ഇനി ബാക്കി എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പേയ്മെൻറ്റിനും ക്യാഷ് കിട്ടുമ്പോൾ ഇവിടെ താഴെ കാണുന്ന റിഡീമബിൾ എന്ന് കാണുന്ന ഭാഗത്ത് ഇങ്ങനെ കയറി വരുന്ന കാണാൻ സാധിക്കും ക്യാഷ്. എപ്പോഴാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ജസ്റ്റ് ഇതാ ഈ കാണുന്ന പച്ച ബട്ടൺ ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് പൂർണ്ണമായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ, ജസ്റ്റ് അവസാനം വരെ ഒന്ന് കൊണ്ടുപോയി കൊടുത്താൽ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. വളരെ ഈസിയാണ്, ടൈം എടുക്കില്ല, 24 hours ഒന്നും കാത്തിരിക്കേണ്ട. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ പണം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ പല ആളുകളും ഇങ്ങനെ റിവാർഡുകൾ കിട്ടുമ്പോൾ, ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാറില്ല. അത് ഇതുപോലെ ലൈഫ് ടൈം ആയിട്ട് എടുത്തു വെക്കും. അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടാൽ, പണം കയ്യിലില്ലാത്ത സാഹചര്യത്തിൽ ഇത് ജസ്റ്റ് നമ്മൾ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഈ പണം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആവശ്യമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ പേയ്മെൻറ്റ് ഏതൊക്കെ ക്യാഷ് ബാക്കുകൾ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കി കാണാം 2 രൂപ, 1 രൂപ, 50 പൈസ സാധിക്കും. ഇങ്ങനെ ഓരോ പേയ്മെൻറ്റിനും ഇവിടെ കാണാം 2.40. ഓരോ പേയ്മെൻറ്റിനും നിങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 രൂപ, 1 രൂപ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓർക്കുക, ചെറിയ പേയ്മെൻറ്റിന് പോലും ഇതിനകത്ത് ക്യാഷ് ബാക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത് 100 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ എന്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ബിൽ പേയ്മെൻ്റ് ആയാണ് അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാണ്, കടകളിൽ പോയി സാധനം വാങ്ങുകയാണ്, ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വലിയ 10 രൂപയും 15 രൂപയും 6 രൂപയൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. വലിയ സംഖ്യ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടും. ഇവിടെ നമുക്ക് 100 രൂപയ്ക്ക് താഴെ പേയ്മെൻറ്റ് ചെയ്താൽ പോലും ഇതിനകത്ത് ക്യാഷ് ബാക്ക് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 100 രൂപയും 200 രൂപയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയ രൂപയ്ക്ക് പോലും ക്യാഷ് ബാക്ക് കിട്ടുന്നൊരു ആപ്പാണിത്. അതുപോലെ തന്നെ ഇവിടെ റിവാർഡിന് ഏറ്റവും അവസാനം കാണുന്ന ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ പേയ്മെൻറ്റ് ചെയ്ത മുഴുവൻ ഹിസ്റ്ററി ഡീറ്റെയിൽസും, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത എല്ലാ ഹിസ്റ്ററി ഡീറ്റെയിൽസും ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ അടുത്ത ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണും. ഞാൻ ഇവിടെ നിലവിൽ 3 അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഈ ഒരു ആപ്പ് സാധാരണ ഗൂഗിൾ പേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഇതുപോലൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് ഏതാണെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. OTP വന്നു കഴിഞ്ഞാൽ ബാങ്കുമായി കണക്റ്റ് ആകും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ പേ പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒട്ടനേകം സെറ്റിങ്സുകളും ഫീച്ചറുകളും ഒക്കെ ഇതിനകത്ത് ലഭ്യമാണ്. വെറുതെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ക്യാഷ് ബാക്ക് കിട്ടുന്ന 2 ആപ്പാണ് കഴിഞ്ഞ ദിവസം ഈ ദിവസമായിട്ട് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.